നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ദുഃഖ വലിയ പെണ്ണായി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതാണ് ഗൈസ്. ഡോർ ഇങ്ങനെ തുറന്നാൽ ഇതാ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളില്ലേ ഇതുവരെ കാണിക്കാത്ത ഒരു സംഭവം ഇന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്കായിട്ട് നമ്മൾ ഒന്ന് മാറി മക്കളെ. ശ്വാസം മുട്ടിക്കുന്നു ഗൈസ്, ശ്വാസം മുട്ടിക്കുന്നു. ഇവിടെ ഇത് മാത്രമല്ല ഇപ്പറും വരണം കണ്ട. ഇത് കണ്ട ഇവിടെ പറ്റുന്നില്ല. ഇത് ഞാൻ ഇങ്ങനെ പിടിച്ചേക്കണേന്നല്ല കണ്ട, പോവാണ്ട് പറ്റി കിടക്കുന്നു. അപ്പൊ ഒച്ചക്കല്ല. അപ്പൊ ഇന്ന് എന്തായാലും ഒരു പുതിയ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇതാണ് ബഹളം. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ കണ്ട എല്ലാം കൂടി എന്റെ മേലെ അട്ടിക്കായിട്ട് കിടക്കുകയാണ് കേട്ടാ. അപ്പളേ നമ്മളെ റൂമൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? അല്ല അതല്ല, ബാക്കിൽ നോക്കി ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ റൂമിൽ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതാണോ നമ്മുടെ റൂം? ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ ഇല്ലേ എന്നൊക്കെ നോക്കിയല്ലേ? അതെ. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മള് നമ്മുടെ വീട്ടിലല്ല, അതുകൊണ്ടാണ് റൂം ചേഞ്ച് ആയിട്ടുള്ളത് അല്ലേ? ഒന്നെണീക്കോ ഇനി അച്ഛൻ ഒന്ന് എണീച്ചിട്ട് കാര്യങ്ങൾ പറയാം. ഒന്നെണീക്കോ പ്ലീസ്. ഒന്ന് മാറടി. സമയം എത്രയെന്ന് അറിയും ഇപ്പൊ ഗൈസ്? ഞാൻ കാണിച്ചു തരാം. നോക്കേ, ടൈം കാണിച്ചു തരാം. സമയം നോക്കിക്കോ. ഇപ്പോഴത്തെ സമയം അയ്യോ 9:16. അയ്യോ ഇത് മറ്റേ ഫ്രണ്ട് ക്യാമാണ്. 9:16 ഗൈസ്. 9:16 രാവിലെ 9:16. ചായ കുടിച്ചിട്ടില്ല ഇവള് രാവിലെ എനിക്ക് ചായക്കൊന്നും ആക്കിയിട്ടില്ല. ചോറാക്കുന്നില്ല, ഒന്നും ആക്കുന്നില്ല ഗൈസ്. എണീറ്റ് പോടി സമയമായിട്ട് ഗൈസ്. അപ്പൊ എന്തായാലും അയ്യോ ഇത് എന്താ നീയേ മാറിയാണ്. അയ്യോ അപ്പൊ ഇതാ നമ്മള് ഉള്ളത് നമ്മുടെ ഇവിടെ ഒരു ഹോട്ടൽ റൂമിലാണ്. എന്തായാലും നമ്മള് കഴിഞ്ഞ ദിവസം എങ്ങനെ എറണാകുളത്തോട്ട് വന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ EV കാറിലൊക്കെ പറഞ്ഞിട്ട് അതാ കറണ്ട് പോയാ എന്താ കറണ്ട് പോയി ഗൈസ്. എന്താ കറണ്ട് വന്നു ഗൈസ് അല്ലേ? കറണ്ട് പോയി. അപ്പൊ തന്നെ കറണ്ട് വന്നു. ഞാൻ വ്ലോഗ് എടുത്ത് തുടങ്ങിയപ്പോ കറണ്ട് പോയി. അപ്പേ ഒച്ചപ്പാടം ബഹളാക്കല്ല കേട്ടോ മക്കളെ. നിങ്ങള് നിക്ക് അപ്പൊ കാര്യം പറയട്ടെ. അപ്പൊ ദുഗു ഇപ്പൊ ശരിക്കും കുട്ടികളെ കൂടിയിട്ടാ ഉള്ളത് ദുഗുന് അല്ലേ? എനിക്ക് നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ദുഗു വലിയ പെണ്ണായി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോ ഇത് വലിയ പെണ്ണിനെക്കാട്ട് 1 വയസ്സ് കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ പെണ്ണായി എന്നാ തോന്നുന്നു ഇപ്പൊ. അപ്പൊ ഇല്ലേ പറഞ്ഞു വരട്ടെ ഞാൻ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും പറയാം. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തുള്ളത് നമ്മുടെ ഇന്ദ്രുവിന്റെ ഒരു സിനിമേന്റെ ഷൂട്ടായിട്ട് വന്നതാണ് അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പൊ റൂമിലുള്ള. അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ഇതെന്താ എനിക്കിത് വലിച്ചുവാരിട്ടൊക്കെയുള്ള ഒന്ന് വൃത്തിയാക്കിയിട്. ഇത് ഇവരാണ് കഴിച്ച് ചാടിത്തുള്ളി കളിച്ചിട്ടുണ്ടോ. അപ്പൊ എനിക്ക് എന്താ നമ്മുടെ ഇന്നത്തെ പരിപാടികള്? രാത്രിയല്ല, 3 നൈറ്റാണ് ഷൂട്ട്. പക്ഷേങ്കില് നമുക്ക് 4 മണിക്ക് അവിടെ ലൊക്കേഷനിൽ എത്താനാ പറഞ്ഞേക്കണത്. അപ്പൊ ഇന്ന് അതുകൊണ്ട് രാവിലെ ഒരു പരിപാടി ഇല്ല. എന്താ ഗൈസ് അപ്പൊ അതല്ല കാണാത്തവരടുത്ത് അവിടെ ലോക്കല്ലേ. ഇതാണ് നമ്മുടെ റൂം. ശരിക്കും പറഞ്ഞ 2 ദിവസമായി ഞങ്ങളിവിടെ വന്നിട്ട് കേട്ടോ. ഇന്നാണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. കാരണം ഇന്നലെയും മിനിയാന്നൊക്കെ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഒച്ചാക്കല്ലേ എന്തൊരു അലമ്പാക്കല്ലേ, ഭയങ്കര ഒച്ചപ്പാടായി പോവാണ്. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞ ഇന്നലെയൊക്കെ രാവിലെ പോയി നൈറ്റാണ് തിരിച്ചെത്തിയത്. അതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്ന് പകല് ഷൂട്ടില്ല. അതുകൊണ്ട് സുഖമായി ഇങ്ങനെ കിടന്നു 9:30 വരെ. എനിക്ക് അതെ. അപ്പൊ ഒരു ഷൂട്ടിംഗ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെ നികി? എനിക്ക് നമ്മൾ കുറേ ആയി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അന്ന് ഹോട്ടലിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ ഒരു ഷൂട്ടിംഗ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള്, ഷൂട്ടിന് പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ. നികി രാവിലെ ചായ കുടിക്കണ്ടേ നമുക്ക്? നടുവേനെടുക്കുന്നു വിരിച്ചിട്ടായിരിക്കും, വേറെ ഒന്നുമല്ലല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ. അതെ
ആ ഡോറൊന്ന് തുറക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതാണ് ഗൈസ്. ഡോർ ഇങ്ങനെ തുറന്നാൽ ഇതാ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഇതാ ഭക്ഷണം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ഗൈസ്. എന്താ അത് കറണ്ട് എന്തെങ്കിലും പോണതിൻ്റെ ആയിരിക്കും. കണ്ട ഇതൊക്കെ നമ്മുടെ ഷൂട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ, സിനിമയുടെ ആൾക്കാരാണ് ഈ റൂമുകളൊക്കെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടാവും, ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർ എടുത്ത് അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കാണാത്തത്. കണ്ടോ ഇതൊക്കെ ഇതാണ്. അപ്പം നമ്മുടെ റൂം, നമ്മുടെ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്താ പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ കളമശ്ശേരിയിലാണ് ഈ ഹോട്ടൽ വരുന്നത്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനും ഏതാണ്ട് അവിടെയൊക്കെ തന്നെയാണ്. നമ്മുടെ UC കോളേജ് ആ ഭാഗത്തോട്ടൊക്കെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ വരുന്നത്. ഇന്നത്തെ ലൊക്കേഷൻ അറിയില്ല നമുക്ക്, അങ്ങോട്ടൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആണെങ്കിൽ എന്താണ് ഏതാണെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ പോയിട്ട് എല്ലാവരും പല്ലേക്ക് ചെല്ലി എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗൈസ്. അപ്പോൾ ഒരു ഷൂട്ടിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ ഗൈസ്, ഇത് മിഠായി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വൃത്തിയാക്കലിന്റെ ബഹളമാണ് ഗൈസ്. ഇതാ കട്ടിലൊക്കെ ദുർഗ വൃത്തിയാക്കി, ഇന്ദിരവും കൂടി അല്ലേ ആണോ? ആ ഇവിടത്തെ ഭാഗങ്ങൾ വൃത്തിയാക്കി. പിന്നെ ഇത് ഇന്ദിര വൃത്തിയാക്കിയ മൊത്തം ഈ ടേബിൾ ഇന്ദിര പോലും വൃത്തിയാക്കിയത് മൊത്തം കേട്ടോ. അടിപൊളി. അപ്പൊ മിഠായി പിന്നെ നീ ആർക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ 2 ആക്കും കൊടുക്കണം. അതെയാ? അപ്പൊ 2 ആക്കും മിഠായി ആയി. എന്റെ ഇത് വൃത്തിയാക്കി ശാമ്പ മോണ പൊളി പൊളി പൊളി. ഞാൻ സ്വയം വൃത്തിയാകും. പോയി പല്ലൊക്കെ തേക്ക്. പല്ലേക്കാൻ പറ്റി കുറെ നേരമായി ഗൈസ്. ഇവിടെ ഒരു ജനാലുണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല ഗൈസ്. അത് അല്ലേ വീഴാതിരിക്കാൻ, ചേച്ചി വീഴാതിരിക്കാൻ. മറക്കൂല അല്ലെ? ബുദ്ധിമാൻ ബുദ്ധിമാൻ ബുദ്ധിമാൻ. എന്നാ പോയി പല്ലേച്ച ചെല്ല് ഗൈസ്, ചെല്ല് പോയി പല്ലേക്കട്ടെ ഗൈസ്. ഇവര് അങ്ങനെ മിടുക്കന്മാരും മിടുക്കികളും പല്ലൊക്കെ തേച്ച് വന്നു ഗൈസ് അല്ലെ? എനിക്ക് റൂമൊക്കെ നല്ല അടിപൊളിയാക്കി ഇട്ടു. ഇനിയിപ്പോ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നമുക്ക് ഉള്ളതെന്ന് നോക്കാം. ഈ ടിഫിനാണ് അടിപൊളി അല്ലേ? 3 പ്ലേറ്റ്. നമ്മൾ 4 ആളുണ്ടല്ലോ, 3 പ്ലേറ്റ് ആണല്ലോ ഗൈസ്. 3 ആൾക്കുള്ള ഫുഡ് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 4 ആൾക്ക് കഴിക്കാൻ പറ്റും. ഇയാളെ ഞങ്ങൾ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല ഗൈസ്. കണ്ട നോക്കിയേ, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ നിൽക്കുന്ന സ്ഥലം നല്ല ഭംഗിയാക്കി ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ? അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്? ഫുഡ് എന്തായാലും അടിപൊളിയായിരിക്കും ഗൈസ്. സിനിമയിലെ കേട്ടോ നല്ല ഫുഡായിരിക്കും. ഇഡ്ഡലി ഉണ്ട്, പിന്നെ അത് നൂലപ്പം ഉണ്ട്, അടിയില് മുട്ടയുണ്ട് ഗൈസ്, മുട്ടയുണ്ട്. അപ്പൊ ഇഡ്ഡലി നൂലപ്പം, പിന്നെ എന്തെങ്കിലും കറികളായിരിക്കും. ഇഡ്ഡലി നൂലപ്പായിരിക്കും ഇന്നത്തെ ഉണ്ടാവുക. ഇഡ്ഡലിന്റെ ചട്നി, പിന്നെ സാമ്പാറാ മുട്ടക്കറി അല്ലെങ്കിൽ എന്തായാലും മുട്ടക്കറി, സാമ്പാർ, മറ്റേത് കടലക്കറി. നൂലപ്പവും സാമ്പാറൊക്കെ ഇടുന്നുള്ളത്. അപ്പോ ഉച്ചക്കും നൈറ്റൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഫുഡ്. ഉച്ചക്കത്തെ ഫുഡൊക്കെ നമുക്ക് നോക്കാം. ഉച്ചക്ക് ഫുഡ് വരുമല്ലോ പറഞ്ഞാലും ഇവിടെ തന്നെ അല്ലേ? മോനെ ഇഡ്ഡലിയാ? ആ എന്നാ നമ്മള് എന്നാ ഓക്കെ. അപ്പൊ നമ്മളെന്നാ പിന്നെ ചായ പിടിക്കട്ടെ ഗൈസ് അല്ലേ? എങ്ങനെയുണ്ട്? കഴിച്ചോക്കാം അല്ലേ? അങ്ങനെ ഇവരെ അച്ഛനും മക്കളും കഴിക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. ഇവിടെ 3 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഇവര് 3 ആള് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു. കാരണം അതാണ് നല്ലത്. കാരണം ഇവരയിൽ എല്ലാരെയും ബാക്കി ഉണ്ടാകും. പിന്നെ എല്ലാം ഒതുക്കിയെല്ലാം വെക്കണമെങ്കിൽ ഞാൻ ലാസ്റ്റ് കഴിച്ചിട്ട് ഒതുക്കി വെക്കാം. ഇന്ദ്രുവിന് സാമ്പാറും ചട്നിയും കൊടുക്കും. അപ്പേ അത് അടിയിലാണ്, ഏറ്റവും അടിയിലാണ് സാമ്പാറുള്ളത്. ചായ ഇല്ല കേട്ടാ. ചായ അവർക്ക് ഫ്ലാസ്കിൽ കൊണ്ടുതരാനൊന്നും കഴിയില്ലല്ല, അതുകൊണ്ട് ചായ ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം. ഗൈസ് നമ്മളെല്ലാവരും ചായ കുടിച്ചു, അങ്ങനെ നികിയും കഴിച്ചു, പാത്രമെല്ലാം കഴുകി. ഇനി ടിഫിൻ സാധനങ്ങൾ കഴുകണ്ട കേട്ടോ. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി, അവിടെ പുറത്ത് വെച്ചാൽ മതി. അവർ വന്നിട്ട് എടുത്തിട്ട് പോകും. സിനിമയുടെ ഇതിൻ്റെ ആൾക്കാരുണ്ടല്ലോ, അവർ വന്നിട്ട് ഇതെടുത്തിട്ട് പോയിട്ട് ഇനി ഉച്ചക്കലത്തെ ഫുഡ്
ഇതുപോലെ തന്നെ അവർ കൊണ്ടുപോയി വെക്കും അല്ലേ? അങ്ങനെയൊക്കെയാണ്. പിന്നെ എവിടെയും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി ഇത് അടച്ചു കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ഇനിയിപ്പം നമുക്ക് പോകേണ്ടത് ഒരു 3 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഇപ്പം സമയം 10:03 ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ റൂമില് പണിയൊന്നും എടുക്കാണ്ട് നമുക്ക് ഒരു ദിവസം ഒരു നിയമം എടുക്കും. നമ്മള് വീട്ടിലിങ്ങനെ നിരന്തരം പണിയൊക്കെ എടുത്തിട്ട് നടക്കുമ്പോ ഒരു ദിവസം നമ്മൾ വിചാരിക്കും ഒരു ദിവസം റെസ്റ്റ് കിട്ടി പണിയൊന്നും എടുക്കാതിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. പക്ഷെ ആ ഒരു ദിവസം നമ്മൾ ജസ്റ്റ് ഇതുപോലെ വന്നിട്ട് പണിയൊന്നും എടുക്കാണ്ട് ഒരു റൂമിൽ വന്നിരിക്കുമ്പോൾ നമുക്കത് മടുക്കും. പിന്നെ നമ്മൾ ആലോചിക്കും അയ്യോ എനിക്ക് എന്തെങ്കിലും ഫോണൊക്കെ നോക്കി കുറച്ചു നേരം ഇരുന്ന് മടുക്കും. നമുക്ക് ഒരു പണിയില്ലല്ലോ, ഭക്ഷണം ആക്കണ്ട, ഒന്നുമില്ല, ഇന്ദ്രനെ കൊണ്ട് പോകുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കിച്ചണൊക്കെ വേണം. അപ്പൊ എന്തെങ്കിലും ചായയൊക്കെ തിളപ്പിച്ച് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കി പിടിച്ചൊക്കെ നിക്കാം അല്ലേ? അത് നല്ലതാ. പക്ഷെ ഇടയ്ക്കൊരു റെസ്റ്റ് അല്ലേ ഇതും ആഘോഷിക്കൂ, എൻജോയ് ദ റെസ്റ്റ്. അപ്പൊ എന്നാ പിന്നെ ഇനി കുറച്ചു നേരം കിടക്കട്ടെ ഗൈസ്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, കുറച്ചു നേരം കിടക്കാം. അതെ, ഇനി ഉച്ചക്ക് ഫുഡ് കൊണ്ടിരുമ്പോ കാണാം നമുക്ക്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടേ ചായ കുടിക്കണത് ചോറ് കഴിക്കണത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഞങ്ങള് നേരത്തെ ചായ കുടിച്ച് അതെല്ലാം കൊണ്ട് അവിടെ വെച്ച് പിന്നെ ഇവിടെ റൂമിൽ വെറുതെ കിടന്ന മൊബൈലിൽ നോക്കി അച്ഛനെയൊക്കെ വിളിച്ച് വീട്ടിലൊക്കെ വിളിച്ച് എല്ലാരെയും വിളിച്ച് സംസാരിച്ച് അപ്പോഴേക്കും ചോറെത്തി. അതെടുത്തവരെങ്ങനെ പോയി ചോറാക്കി ഇത്ര പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു എനിക്ക് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയി എത്ര ദൂരത്തായിരിക്കും ചിലപ്പോ അവരുണ്ടാവുക. എന്നിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയി ചോറെല്ലാക്കി വീണ്ടും കൊണ്ടുവന്നു. സമയമായി കേട്ടോ. പക്ഷേങ്കില് ഇപ്പൊ സമയത്ത് 1:30 1:30 ആവാനായി തോന്നണത്. എനിക്ക് തോന്നുന്നു 1:30 കഴിഞ്ഞതാ. അപ്പൊ ഇനിയിപ്പോ എന്താ, ചോറ് കഴിക്കുക പിന്നെ റെഡി ആവുക. പോണ്ട സമയവും അടുത്തോണ്ടിരിക്കുന്നു. ചോറെല്ലാം അടുത്ത് 3:30 ആദ്യം പറഞ്ഞു. ഇപ്പൊ 4:15 അവിടെ എത്തിയായിന്ന് പറഞ്ഞു. ചോറ് കഴിക്കാൻ നോക്കാം. എന്തൊക്കെയാ ചോറിന്റെ സ്പെഷ്യൽ കൂടി കാണാം അല്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടതല്ലേ, ഇനി ചോറിലത്തെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക്. എനിക്ക് നേരത്തെ പോലെ തന്നെ ഇതെല്ലാം എടുത്ത് ടിഫിൻ പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി അവര് നമ്മൾ രാവിലെ കഴിച്ചത് കൊണ്ടുപോകാഞ്ഞതാണോ? നല്ലൊരു സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെ തുറന്നേ. നല്ല ചൂടുണ്ട് കേട്ടോ. ഉച്ചക്ക് ചപ്പാത്തിയോ രാത്രിയോ? ഉച്ചക്ക് ചപ്പാത്തി ഉണ്ട് ഗൈസ്. ചപ്പാത്തി ഉണ്ട്, മീൻ വറുത്തത് ഉണ്ട് ഇതിനകത്ത്. വറവുണ്ടായില്ലേ? എന്തോ വറവുണ്ട് കേട്ടോ, എന്തോ വറവുണ്ട്. പിന്നെ ചപ്പാത്തി കഴിക്കണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കാം. അവിയലൊക്കെ അതിലുണ്ടാവും. ഇതെന്താ ചോറായിരിക്കും, പുളിങ്കറിയാണ് ഗൈസ്. പുളിങ്കറി. പിന്നെ ഇന്നലെ രസം അടിപൊളിയായിരുന്നു അല്ലേ? ചിക്കൻ കറിയാണ് ഗൈസ്, ചിക്കൻ കറി. പിന്നെ ചോറ്. ചപ്പാത്തി വെച്ചോണ്ട് ചോറ് കുറവായിരിക്കുമോ? 2 ചോറ്, 2 പ്ലേറ്റില് ചോറും ചിക്കൻ കറിയും ചപ്പാത്തിയും പുളിങ്കറി ഒക്കെ ഉണ്ട്. ചോറ് നമുക്കുള്ളതുപോലെ ചോറും കഴിക്കാം, ചപ്പാത്തിയും കഴിക്കാം അല്ലേ? എന്തൊരു വാന്നാ പിന്നെ ചോറ് കഴിക്കാം. എന്നാ പിന്നെ നമ്മൾ ചോറ് കഴിക്കട്ടെ ഗൈസ്. എന്താ നോക്കൂ, ടേസ്റ്റ് ഉണ്ടാ? അടിപൊളി അല്ലേ? കാണുമ്പോ തോന്നുന്നുണ്ട് അത് കറി രസം. എടേ ഞാനിവിടെ കസേര എടുത്തിട്ടുണ്ട്, നീയും എന്തിനും ഇവിടെ ഇരുന്നോ? അല്ല, നീ ആണെങ്കിൽ എന്തിനോട് വാരിക്കൊടുക്കല്ലേ ഇന്ന്? എന്നാ നിങ്ങ അവിടെ ഇരിക്കും, ഞാനും തുക്കും അവിടെ ഇരിക്കാം. മീൻ പൊരിച്ചത് നമ്മളെ കഴിക്കും. അടിപൊളിയല്ലേ? എന്താ കുഞ്ഞു പിള്ളേരുടെ ഭാഗ്യം. എന്നാ പിന്നെ നമ്മള് കഴിക്കട്ടെ ഗൈസ്. നിങ്ങളെല്ലാവരും ചോറ് കഴിച്ചെന്നായിരിക്കുന്നു, നമുക്കും കഴിക്കാം. ഓക്കെ, എന്നിട്ട് റെഡി ആവാം. അപ്പോൾ ഗൈസ്, ചോറ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഏകദേശം ഒരു 3:30 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ മതി. അപ്പോൾ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് കാണുന്നില്ല, ഇന്ദ്രനും ദുഃഖും ഗുസ്തിയോട് ഗുസ്തിയാണ് കേട്ടോ. കൂട്ടത്തിൽ ചെറിയ ഇന്ദ്രുവിൻ്റെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട. കുഞ്ഞിപ്പുഴു തുള്ളിക്കളിക്കുന്ന പോലെ തുള്ളിക്കളിക്കണം ഇന്ദ്രു. ഞങ്ങളെടുത്ത് ചാടിയിട്ട് വിട്ടു പോകുന്നില്ല ഗൈസ്. ഫുൾ ഇടയിൽ കിടന്നിട്ട് ഇടങ്ങേറ് തന്നെ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവരോടൊപ്പം അങ്ങനെ കളിച്ചിട്ട് നമ്മളെന്തായാലും പോകാൻ വേണ്ടി റെഡിയാവാൻ കേട്ടോ ഗൈസ്. അങ്ങനെ എത്ര സമയം ഉണ്ടായാലും പോകാൻ നേരം ഒരു തിരക്കായിരിക്കും എന്ന് അറിയുന്നു. അതുപോലെ ഇത്രയും നേരം ഞങ്ങളിങ്ങനെ കിടന്ന് ഇരുന്നെല്ലാം കളിച്ച് അവസാനത്തെ സമയം പെട്ടെന്ന് എത്തി. 3:45 ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി 5 മിനിറ്റ് ഞാൻ വണ്ടി സ്പീഡിൽ ഓടിച്ച് പിടിക്കണം. ഇനി താഴെ ഇറങ്ങി വണ്ടി എടുത്ത് കഴിയുമ്പോഴേക്കും 5 മിനിറ്റ്. അപ്പൊ എന്തായാലും നമ്മളിത് എങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോണി. ഇന്ദ്രുവിന്റെ ഡ്രസ്സ് കാണിച്ചേ. ഇന്ദ്രുവിന്റെ ഇതാ ഒരു തൊപ്പിടണ്ട, മുടി പോകും പിന്നെ. ഇന്ദ്രുവിന്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് അല്ല, ഇത് ഷൂട്ടിനുള്ള ഡ്രസ്സല്ല, നമ്മൾ ഇട്ടിട്ട് പോകുന്നത്. ഷൂട്ടിന് അവരവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റും. അപ്പൊ പിന്നെ ഷൂട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. ഇപ്പൊ പറയാൻ പറ്റിയൊരു സാഹചര്യം ആയിട്ടില്ല.
അതെല്ലാം എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ വിശദമായിട്ട് പിന്നെ അറിയിക്കും. ഏതാണ് സിനിമ, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ പിന്നെ അതല്ലേ നമുക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ദുഗുനെ കാണിച്ചേ. ദുഗുന്റെ മുമ്പേ ഉള്ള ഡ്രസ്സ് തന്നെയാണ്. ഇതിപ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ പോയി ഇരിക്കാനാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് വേറെ അങ്ങനെ ആർഭാടങ്ങളൊന്നും വേണ്ട. പിന്നെ രാത്രി ഷൂട്ടാണ്, അപ്പൊ അതുകൊണ്ട് ഇതാണ് ഒരു സൗകര്യം. ഇറങ്ങാം എന്നാ പിന്നെ ബാബാ. ഇറങ്ങി ഗൈസ്. അങ്ങനെ സമയം 4 മണിയായിട്ടാവും ഇറങ്ങാൻ വേണ്ടിയിട്ട്. 3:45 ഇറങ്ങണമായിരുന്നു. ഇനി അവിടെ എത്തുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഇവരാണ് അതിന്റെ കാരണക്കാര്. പണ്ടത്തെ കുട്ടിക്കാലം ആലോചിക്കുമ്പോഴാണ് ഇതെല്ലാം ഓർമ്മ വരുന്നേന്നാ. എന്തോർമ്മ വരുന്നേ? എന്തിനു പറയുന്നേ? ഓ സിനിമയിലെ കുട്ടിക്കാലാണോ ഇപ്പൊ കുഞ്ഞു ഉദ്ദേശിച്ചത്? ഞാൻ വിചാരിച്ച എന്റെ മോൻ വളർന്ന് പന്തലിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോന്ന്. എന്റെ മോൻ കുട്ടിക്കാലത്തിന്റെ കഥയെല്ലാം പറഞ്ഞപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആലുവ സെറ്റിൽമെന്റ് സ്കൂളാണ്. ഓൾവേസ് സെറ്റിൽമെന്റ് സ്കൂളിലേക്കാണ്. എറണാകുളത്തുള്ളവർക്കെല്ലാം അറിയും. 25 മിനിറ്റ് 9.10 കിലോമീറ്റർ ആണ് അവിടെ നിന്ന്. ഇതൊക്കെയാട്ടെ വെപ്പൺ എക്യുപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ആർമിന്റെ. അതെ, അപ്പൊ കണ്ടാ പൊടിയൊക്കെ ഇവിടെ നോ പാർക്കിംഗ് ആണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോ ഫോട്ടോഗ്രാഫി ഉണ്ട്. അതെ, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നും എടുക്കേണ്ട ആ ഭാഗത്തോട്ട് നമ്മളെ വഴിയെ പോകും, അവരവരെ വഴിയെ പോകും. അത്രേ ഉള്ളൂ സംഭവം. നമ്മളില്ലേ ഇതുവരെ കാണിക്കാത്ത ഒരു സംഭവം ഇന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്കായിട്ട് നമ്മൾ കേൾപ്പിച്ചു തരാൻ വേണ്ടി പോവേന്ന് കേട്ടാ. നമ്മളെ ദുർഗമോള് പാട്ട് പാടിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നല്ല കയ്യടിയും നല്ല 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 കമന്റുകളും ദുർഗക്ക് വേണ്ടി നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ പുതിയൊരു ഗായകനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ 2026 മെയ് മാസത്തിൽ ഞങ്ങളുടെ പുതിയ ഗായകൻ ഇന്ദ്രജിത്ത് സജീഷ്. ഇന്ദ്രൂട്ടന്റെ പാട്ട് കേൾപ്പിച്ചതാ. ദുർഗ പാടുന്നത് കേട്ട് പഠിച്ചതാണ്. നമുക്കൊരു രസം തോന്നി. ഇവിടെ കുലുങ്ങുന്നുണ്ട് വണ്ടി, അതാണ്. നമുക്കൊരു രസം തോന്നി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇന്ദ്രു കാറിന്റെ ബാക്കിൽ ഇരുന്ന് പാടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ദ്രു ആട്ടക്ക് പാടല്ല അമ്മ, അത് വീഡിയോ പാടിക്കോ. ഇല്ല വാവേനെ കാണിക്കൂല. എന്നാ ഇങ്ങനെ കാണിച്ചോ, പാടുക. 1 2 3 സ്റ്റാർട്ട്. ദുഗു സപ്പോർട്ട് ചെയ്ത് കൊടുക്ക്. കൂടെ പാട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇന്ദ്രൂട്ടൻ 2 വരിയെങ്കിൽ 2 വരി മര്യാദക്ക് പാടിയല്ല, വെറുതെ ഒന്ന് കേൾപ്പിക്കാന്ന് ചോദിച്ചാണ്. ദുർഗ നല്ലോണം പാടും കേട്ടോ ആ പാട്ട്. ദുർഗ ഇങ്ങനെ പഠിച്ചതാണ് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പാടാൻ വേണ്ടി പറ്റിയില്ല, തണുപ്പൊക്കെ പിടിച്ചതായി. ഇന്ദ്രൂട്ടൻ പാടി നോക്കിയതാണ്. ഞങ്ങളിപ്പോ നമ്മുടെ ആലുവ വഴി പറവൂർ കവല എത്താനായി. ഇതാണ് പറവൂർ കവല, മറ്റേ നോർത്ത് പറവൂർ അല്ല, ഇവിടെ ഉള്ളവർക്ക് അറിയാം പറവൂർ കവല.
ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് UC കോളേജ് വരുന്നത്, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതെ. അപ്പൊ ഇന്ദ്രൂട്ടന്റെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദുർഗന്റെ ഇന്ദ്രൂട്ടന്റെയും പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പാട്ടുമായിട്ട് അതെ കമന്റുകൾ ഞാൻ ഇന്ദ്രൂട്ടിന് വായിച്ചു കൊടുക്കുന്നതായിരിക്കും, ഇന്ദ്രൂട്ടിന്റെ പാട്ടിനെ പറ്റിയിട്ടുള്ള. ഗൈസ്, ഞങ്ങള് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ സത്യം പറഞ്ഞാൽ പുറത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റൂല, അതുകൊണ്ടാണ് ഒന്നും കാണിക്കാതെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ദ്രു സത്യം പറഞ്ഞാൽ എവിടെ ഉള്ളതെന്ന് അറിയോ? കാരവനിലുള്ളേ. അവിടെ ഇന്ദ്രനോടൊപ്പം അഭിനയിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പിള്ളേഴ്സൊക്കെ ഉണ്ട്. അപ്പൊ അവരെ കൂടെ ഒരുമിച്ച് ചേട്ടന്മാരോടൊപ്പം കാരവനിൽ ഇരിക്കണേ. പിന്നെ ഞാനും ദുഃഖും ഇന്ദ്രനും കൂടി നമ്മുടെ സ്വന്തം കാരവാൻ, ഇലക്ട്രിക് കാരവനിൽ ഇരിക്കണേ. അതെ, എന്താ ദുഃഖു അടിയിൽ നല്ല ബെഡൊക്കെ ഇല്ലേ, നിങ്ങക്ക് കിടന്നുറങ്ങാൻ ബെഡ്, AC സൗകര്യം, ഒരു ടോയ്ലറ്റിന്റെ ഒരു കുറവല്ലേ ഉള്ളൂ നമുക്ക്. അതിന് വിശാലമായ ടോയ്ലറ്റ് ഇവിടെ വേറെ ഉണ്ട്. പിന്നെ എന്താ വേണ്ടേ? അപ്പൊ ഫ്രണ്ടിലോട്ട് ഒരു പുച്ഛം പോലെ അല്ലെ, ഇപ്പൊ നീക്കിട്ട് എനിക്ക് അവിടെ കിടന്ന് കൂർക്കം വെച്ച് ഷോർട്സ് കണ്ട പോലെ. അല്ലെങ്കിൽ ഇപ്പൊ ഉറങ്ങും ഗൈസ്, എനിക്ക് ഇപ്പൊ കുറച്ചേരുടെ ഉണ്ടാവുള്ളൂ. അതാ പറഞ്ഞത് തുടക്കാതിന്റെ. ഇന്ത്യയുടെ കാരവൻ ജസ്റ്റ് കാണിച്ചു തരാം, വെറുതെ കാരവൻ മാത്രം. നമ്മുടെ ഈ കാറ് കിടക്കണതിന്റെ മുമ്പിൽ തന്നെയുണ്ട് ഇന്ദ്രുവിന്റെ ചെരുപ്പാണ് താഴെ ഇട്ടേക്കണത്. കണ്ട, നിലത്തിറ കണ്ട, ഇതേ ഇന്ദ്രുവിന്റെ ചെരുപ്പ് കണ്ട കാരവനില് ഇരിക്കണം. ഇന്ദ്രപ്പൻ ഈ കാരവനകത്ത് ഉള്ളിലുണ്ട്, എവിടെയോ ഉണ്ട് അല്ലേ? അയ്യോ, എന്താ വെള്ളം വീണത്? ഗൈസ്, ഇപ്പോഴാണ് റൂമിലേക്ക് തിരിച്ചെത്തിയത്. നൈറ്റ് ഷൂട്ടായിരുന്നു പറഞ്ഞിരുന്നല്ല, ഫുൾ ടൈം ഷൂട്ട് തന്നെയായിരുന്നു. അതെ, 5:40 കേട്ടാ ഞങ്ങൾ റൂമിലെത്തുമ്പോൾ, വെളുപ്പിന് 5:40. ഒരു തരി ഉറങ്ങിയിട്ടില്ല ആരും. ഷൂട്ടിൽ ഫുൾ ടൈം ഇന്ദ്രു ഉണ്ടായി. ഇന്ദ്രു ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ഉറങ്ങിയില്ല. ദുർഗ നമ്മൾ വണ്ടിയിൽ AC ഒക്കെ ഇട്ട്, ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് AC ഒക്കെ ഇട്ട് അതിൽ കിടത്തി ഉറക്കി കുറേ നേരം. ഞങ്ങൾ രണ്ടാളും ഇന്ദ്രുവിൻ്റെ ഒപ്പം തന്നെ ഫുൾ ടൈം നിൽക്കുകയായിരുന്നു. കണ്ണൊക്കെ അങ്ങോട്ട് തൂങ്ങി ശരിക്കും പറഞ്ഞാൽ. ഒരു നൃത്തം തന്നെ ആയിരുന്നല്ലോ, നമ്മള് അവൻ്റെ ഒപ്പം ഇങ്ങനെ നിന്ന് അങ്ങനെ ഒരു ഫുൾ ടയർഡാ. അപ്പൊ ഇപ്പൊ റൂമിലെത്തി, ഇനിയിപ്പോ ഒന്നുമില്ല, ഒറ്റ കിടത്തം കിടക്കണം. ഇന്ന് നൈറ്റാണ് ഷൂട്ട്. അപ്പൊ ഈ പകല് മൊത്തം കിടന്നുറങ്ങണം. നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ ഉറങ്ങണം. അതാണ് പോകാൻ നേരത്ത് ഡയറക്ടറും പറഞ്ഞത്, ഉറങ്ങൂല ആള് പകല് കിടന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഉറക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആയി. ഇപ്പൊ വ്ളോഗും വൈൻഡപ്പ് അടിക്കുന്നു. ഓക്കെ, ബൈ.